വേനൽ കടുത്തതോടെ കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖല ചുട്ടുപൊള്ളുകയാണ്. കേരളത്തിൽ ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന പുനലൂരിൽ പകൽ സമയം 38 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട് അനുഭവപ്പെടുന്നത്. പകൽ സമയങ്ങളിൽ സൂര്യതാപത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലകളിൽ പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങാനാകാത്ത വിധം ചൂട് കൂടിക്കഴിഞ്ഞു. എപ്പോഴും തിരക്കനുഭവപ്പെടാറുള്ള പുനലൂരിലെ നഗരപ്രദേശത്ത് പോലും ആളുകളുടെ എണ്ണം കുറവാണ്. വരും ദിവസങ്ങളിലെ പൊള്ളുന്ന ചൂടിനെ എങ്ങനെ അതിജീവിക്കുമെന്നറിയാതെ നിസ്സഹായരായി നിൽക്കുകയാണ് പുനലൂരുകാർ. என்ன செய்ய இதை விற்கணுமில்ல ஆபத்து ஆத்திரத்துக்கு நஷ்டத்துக்கு தான் மூடி வச்சிருக்கு. நல்ல சூடு உண்டு. சூடு பயங்கரமாக சூடாக இருக்கு ஏதாவது இருக்குது ഭയങ്കര ചൂട്. പ്രദേശത്ത് പകൽ സമയം പുറംജോലികൾക്ക് പോകുന്നവർക്ക് സൂര്യാഘാതത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടിയ ചൂടാണ് ഫെബ്രുവരിയിൽ പ്രദേശത്ത് അനുഭവപ്പെട്ടത്. കുടിവെള്ള സ്രോതസ്സുകളും വറ്റി തുടങ്ങി. വെള്ളമൊക്കെ വളരെ കുറവാണ്. ചൂട് വന്നാൽ വെള്ളം പറ്റുമോ? കണ്ടില്ല, വെള്ളമെല്ലാം പറ്റുന്നുണ്ട്. കല്ലാറും ഇത്തിക്കരയാറും വറ്റിത്തുടങ്ങിയത് കിഴക്കൻ മേഖലകളിലെ കുടിവെള്ളക്ഷാമവും രൂക്ഷമാക്കിയിട്ടുണ്ട്. ക്യാമറാമാൻ ഷിജു ചൗരയ്ക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.